പൗരാണിക കാലം മുതൽ ഭാരതത്തിൽ രാജകൊട്ടാരങ്ങളിൽ ഉപദേശകരായി സന്യാസിമാരുണ്ടായിരുന്നു. രാജാക്കന്മാരെ വേണ്ട ഉപദേശം കൊടുത്ത് അവരെ നേർവഴിക്ക് നയിക്കുകയായിരുന്നു അവരുടെ ജോലി. അത് പലപ്പോഴും രാജാക്കന്മാർ തെറ്റിക്കാറുണ്ടായിരുന്നു. എന്നാൽ മിക്കപ്പോഴും അത് സ്വീകരിക്കാറുണ്ട്. തെറ്റിച്ചപ്പോഴൊക്കെ കഷ്ടനഷ്ടങ്ങൾ ഉണ്ടായിട്ടുമുണ്ട്. മഹാബലിക്ക് രാജ്യം തന്നെ നഷ്ടപ്പെട്ടു. മഹാബലി ഉപദേശിച്ചു. വാമനൻ വന്ന് 3 അടി സ്ഥലം ആവശ്യപ്പെട്ടപ്പോൾ ഗുരു ഉപദേശിച്ചു, കൊടുക്കരുത്, അത് ചതിയാണെന്ന്. അതിനെ ധിക്കരിച്ചു കൊടുത്തു. രാജ്യം തന്നെ നഷ്ടപ്പെട്ടു. രാവണനെ ഉപദേശിച്ചതാ, സീതയെ അപഹരിക്കരുത്, കുഴപ്പമാണെന്ന്. അത് വകവച്ചില്ല. അവസാനം യുദ്ധം നടക്കാതിരിക്കാൻ വേണ്ടി സീതയെ കൊണ്ട് ശ്രീരാമൻ സമർപ്പിച്ച് ക്ഷമ ചോദിച്ച് തടി രക്ഷിച്ചോളെ, അതൊന്നും സ്വീകരിച്ചില്ല. അവസാനം ജീവനാണ് നഷ്ടപ്പെട്ടത് രാവണന്. ഇതുപോലെ ഒത്തിരി കഥകളല്ല ചരിത്രങ്ങൾ ഭാഗവതത്തിൽ പറയുന്നുണ്ട്, രാമായണത്തിലുമുണ്ട്. ഇതുപോലെ കുടുംബങ്ങൾക്കും എല്ലാം ഉപദേശകരായി ഉണ്ടായിരുന്നു. ഓരോ കുടുംബത്തിലും ഒരാളല്ല, പൊതുവായ ഗ്രാമത്തിൽ ഉപദേശിക്കാൻ വേണ്ടി സന്യാസിമാരുണ്ടായിരുന്നു. അങ്ങനെയാണ് നല്ല രീതിയിൽ കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഭാരതത്തിൽ. ഒരു കുഴപ്പമില്ലായിരുന്നു. ഈ രാജാക്കന്മാർക്ക് പറ്റുന്ന അബദ്ധങ്ങളാണ് അവസാനം നമ്മൾ ഈ അടിമത്തത്തിലേക്ക് പോകാൻ കാരണമായത്. സ്വീകരിക്കുകയില്ല. ഗുരുക്കന്മാർ ഉപദേശിച്ച പലരും അത് മറികടന്ന് തോന്നിയവാസം ചെയ്യും. അതാണ് സംഭവിച്ചത്. പലപ്പോഴും അവർ ഉപദേശിക്കാറുണ്ട്. അഹങ്കാരം കാരണം രാജാക്കന്മാർ പലരും അത് സ്വീകരിക്കാറില്ല. ദശരഥൻ്റെ അടുക്കൽ വിശ്വാമിത്രൻ ചെന്ന് ലക്ഷ്മണനെയും ശ്രീരാമനെയും ആവശ്യപ്പെട്ടു ചെറുപ്പത്തിൽ തന്നെ. കാരണം മഹർഷിമാരെ ശല്യം ചെയ്തുകൊണ്ടിരുന്ന രാക്ഷസന്മാർ അവരെ വകവരുത്തുക വേണ്ടിയാണ് ചെന്നത്. അപ്പോൾ വിശ്വാമിത്രൻ്റെ കൂടെ വിടാൻ ഒരു മനസ്സുമില്ലായിരുന്നു ദശരഥന്. അപ്പോഴും ഗുരു ഉപദേശിച്ചു. വസിഷ്ഠ മഹാമുനി ആയിരുന്നു ഗുരു. അദ്ദേഹം ഉപദേശിച്ചു, വിട്ടോളൂ, കുഴപ്പമില്ല, വിടുന്നതാണ് ശ്രേയസ്കരമായിട്ടുള്ളത്. അങ്ങനെ വിശ്വാമിത്രൻ കൂട്ടിക്കൊണ്ടുപോയി ഈ മാരീച സുബാഹുവീരന്മാരായിട്ടുള്ള ദുഷ്ടാത്മാക്കളെ, രാക്ഷസന്മാരെ വധിച്ച് അതിനുശേഷം വില്ലും മുറിച്ച് സീതയും വേറ്റ് കൊട്ടാരത്തിലെത്തുകയാണ്. നന്മയല്ലേ ഉണ്ടായത്? അതാണ് ഗുരുക്കന്മാരെ അനുസരിച്ചിട്ടുള്ള രാജ്യങ്ങളിൽ സംഭവിച്ചത്. ഇതുപോലെ ഒത്തിരി കഥകളുണ്ട്, ഭാഗവതത്തിലുണ്ട്, രാമായണത്തിലുമുണ്ട്. ഇതൊക്കെ സത്യങ്ങളാണ്. കുടുംബങ്ങൾ തോറും എല്ലാ കുടുംബങ്ങളും ഇപ്പോഴും വടക്കേ ഇന്ത്യയിൽ കുടുംബങ്ങൾ പലരും അവരുടെ ഗുരുക്കന്മാരോട് അന്വേഷിച്ചിട്ട് അവരുമായിട്ട് ആലോചിച്ചിട്ടാണ് കാര്യങ്ങളിൽ നീങ്ങുന്നത്. അതിൻ്റേതായ ഐശ്വര്യം അവർക്കുണ്ട്. ഭൗതികമായ ഉയർച്ചയും അതുപോലെ വലിയ ഫാക്ടറി ഉടമകൾ പലരും അവർക്ക് ഗുരുക്കന്മാരുണ്ട്. അവരെല്ലാ കാര്യവും അവരുമായിട്ട് ചർച്ച ചെയ്യാറുണ്ട്. അപ്പോൾ അവർ വേണ്ട ഉപദേശം കൊടുക്കും. അതുപോലെ സ്വീകരിക്കാനല്ല, അവർ തരുമ്പോൾ അതുമായിട്ട് നമ്മളുടെ സാഹചര്യങ്ങളുമായിട്ട് ഇണക്കി അനുസരിച്ചാൽ അതിൻ്റേതായ നന്മയുണ്ടാവും. എന്നാൽ നമ്മൾ അടിമപ്പെട്ടത് കാലം മുതൽ ഇതൊക്കെ അങ്ങ് പോയി. ഒരു ചിട്ടയില്ലാത്ത അലഞ്ഞു തിരിഞ്ഞ ഒരു കെട്ടുറപ്പില്ലാത്ത പല സമൂഹങ്ങളാണ് ഇന്ത്യയിൽ രൂപം കൊണ്ടത്. അത് നഷ്ടപ്പെടാതെ ഇനി അത് വീണ്ടെടുക്കാമെങ്കിൽ നമ്മൾക്ക് വളരെ നല്ല രീതിയിൽ പണ്ട് നമ്മൾ ആരായിരുന്നോ, 1200 കൊല്ലം മുമ്പ്, 1000 കൊല്ലം മുമ്പ് നമ്മൾ ആരായിരുന്നോ അതേ നിലയിലേക്ക് ഇന്ത്യ ഉയരും. നമുക്ക് ഗുരുക്കന്മാർ വേണം. പണ്ടുണ്ടായിരുന്ന ഇടക്കാലത്ത് ഉണ്ടായിരുന്ന ഉദരപൂരണത്തിൽ നടക്കുന്ന സന്യാസിമാരെക്കുറിച്ചല്ല പറഞ്ഞത്. ഈ അടുത്ത കാലത്ത് ഒരു സന്യാസിയുടെ വേഷം കെട്ടി സന്തോഷമാധവൻ എന്നൊറ്റ പേരെന്ന് തോന്നുന്നു, വേഷം കെട്ടി നടന്നു. അങ്ങനത്തെ ഉള്ളവരെ തിരിച്ചറിയാം. ഇന്നത്തെ പുരോഗമിച്ച ബുദ്ധി അനുസരിച്ച് പ്രഥമദൃഷ്ടിയാ തന്നെ രണ്ട് സംസാരിക്കുമ്പോൾ തന്നെ അവർ തിരിച്ചറിയാൻ പറ്റും. എന്നാൽ തിരിച്ചറിയാതെ ചില ആൾക്കാരൊക്കെ പെട്ടുപോയി. സന്തോഷമാധവൻ വേഷം കെട്ടി ഇറങ്ങിയതാണ്. അങ്ങനത്തെ അപൂർവം ചില കുട്ടികളൊഴിച്ച് വളരെ സേവന മനസ്ഥിതിയുള്ള മിടുക്കരായ വളരെ വലിയ മഹത്വം ഉൾക്കൊണ്ട സന്യാസമായിരുന്നു നമുക്ക് ഇന്നുണ്ട്. ധാരാളം പേര് ഭാരതത്തിലുണ്ട്, കേരളത്തിലുണ്ട്.
കേരളത്തിൽ ഒത്തിരി പേര് വടക്കേ ഇന്ത്യൻ അവരുടെ സേവനം വടക്കേ ഇന്ത്യക്കാർ ആവശ്യപ്പെട്ടതനുസരിച്ച് പോയിട്ടുണ്ട്. എങ്കിലും ഇവിടെ ഇപ്പം നമുക്കുണ്ട്, നമ്മളെ സഹായിക്കാൻ ആൾക്കാരുണ്ട്, നല്ല സ്വാമിമാരുണ്ട്, മിടുക്കര ഉയർന്ന ബിരുദധാരികളാണ് പലരും. സന്യാസിമാർ അവരുടെ വിദ്യാഭ്യാസ യോഗ്യമൊന്നും വെളിപ്പെടുത്താറില്ല. പല വഴിക്കുണ്ട്, പല വലിയ ക്വാളിഫിക്കേഷൻ ഉള്ളവരാണ് പലരും. അതോടൊപ്പമാണ് സന്യാസത്തിൻ്റെ ക്വാളിഫിക്കേഷൻ വേറെ ഉള്ളത്. അവരുടെ ഉപദേശം നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. നമുക്ക് കുറേ കുടുംബങ്ങൾക്ക് അങ്ങനെ അതിനെ ആവശ്യപ്പെടാമെങ്കിൽ ചെന്ന് ചോദിച്ചാൽ ഓരോ കാര്യവും അവതരിപ്പിക്കാവുന്നതാണ്. കൃത്യമായ മറുപടി കിട്ടും. നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല, നമ്മളുടെ ബുദ്ധിയിൽ തോന്നുന്ന പോലെയല്ല. അവർ ദൈവജ്ഞരാണ്, ദൈവാംശം നല്ലപോലെ ഉള്ളവരാണ്. ജീവിതം സമൂഹത്തിന് വേണ്ടി ഒഴിഞ്ഞ വെച്ച സന്യാസിമാരവർ. അവരെ പറയുന്നതിന് വലിയ വിലയുണ്ട്. ഏത് കാര്യത്തെക്കുറിച്ചും ജ്യോതിഷത്തിൻ്റെ കാര്യമല്ല പറഞ്ഞത്. ഇവർ സന്യാസിമാരാ. അവരെ ആരിൽ നിന്നൊന്നും കൈപ്പറ്റാനിരിക്കുന്നവരല്ല. അവരെ ഒരു നാടിൻ്റെ ആവശ്യമാണ് അവർക്ക് വേണ്ടത് കൊടുക്കുക എന്നുള്ളത്. അവർക്ക് വേണ്ടത് ഭക്ഷണവും പാർപ്പിടവും മാത്രമാണ്, അല്ലാതെ ഡ്രസ്സും അല്ലാതെ മറ്റേ ഒന്നും അവർ ആഡംബരത്തിന് സ്വീകരിക്കുന്നവരല്ല. ആരിൽ നിന്നും ഒത്താശകളൊന്നും സ്വീകരിക്കുന്ന ആൾക്കാരല്ല. ഭക്തിയോടെ കൊടുത്താൽ വല്ലതും സ്വീകരിക്കും, അത്ര തന്നെ. അത് ആവശ്യത്തിൽ മാത്രം. ഭക്ഷണം പോലും അങ്ങനെയാണ്, അല്ലാത്തൊന്നും അവർ കൈപ്പറ്റുകയില്ല. അങ്ങനത്തുള്ള മഹത്തുക്കളായ സന്യാസിമാർ ഇന്ന് നമുക്ക് ധാരാളം പേരുണ്ട്. അവരോട് ഏത് കാര്യത്തിലും നമുക്കൊരു ഉപദേശം ചെയ്യാവുന്നതാണ്. അങ്ങനൊരു രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകാമെങ്കിൽ നമുക്ക് പണ്ട് നമ്മൾ ആരായിരുന്നോ, 1000 കൊല്ലം മുമ്പ് ഇന്ത്യ ഭാരതം എങ്ങനെ ഇരുന്നു, ആ വളർച്ച, ആ ഉയർച്ച, അത്രയും ആ തലത്തിൽ നമ്മൾ എത്തിച്ചേരും. അധികം കാലമൊന്നും വേണ്ട. കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് വന്ന വ്യത്യാസം നമ്മൾ കണ്ടില്ലേ? ഈ 10 കൊല്ലം കൊണ്ട് ഊഹിക്കാൻ പറ്റുമോ? ഒരു മഹാരാജ്യത്തെ 10 കൊല്ലം കൊണ്ട് ഇത്രയേറെ എന്തൊരു മാറ്റമാണ് വന്നത് 10 കൊല്ലം കൊണ്ട്. അതാണ് കൊള്ളാവുന്ന ആൾക്കാർ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങിയാൽ മിടുക്കരായ നല്ല സന്യാസിമാരുടെ സഹായം നമുക്ക് ആവശ്യമുണ്ട്. നമ്മൾ ഒത്തിരി കാലം ഒന്നും കാത്തിരിക്കേണ്ട. നല്ല നിലയിലേക്ക് നമ്മൾ പണ്ടത്തെ നിലയിലേക്ക് ഉയരും. ഇപ്പോൾ ആധുനിക ശാസ്ത്രങ്ങളുള്ളതുകൊണ്ട് ഒത്തിരി പെട്ടെന്ന് വളരെ വലിയൊരു നിലയിലേക്ക് ഉയരാൻ നമ്മൾക്ക് സാധിക്കും. നമുക്ക് സഹായം ആവശ്യമുണ്ട്. ഗുരുക്കന്മാരുടെ സഹായം, അവരുടെ സാന്നിധ്യം പോലും വലുതാണ്. നാരായണ ഗുരുസ്വാമി ഒരു വലിയ സമൂഹത്തെയാണ് ഉണർത്തി ഇത്രയും എത്തിച്ചത്. ഇപ്പം നല്ല വളർച്ചയായില്ലേ? അദ്ദേഹം അതിഥിയായിട്ട് ചെന്ന വീടുകളെല്ലാം വലിയ നിലയിലായിട്ടുണ്ട്. അവർ വലിയ ഉദ്യോഗസ്ഥന്മാരും ഉയർന്ന വിദ്യാഭ്യാസമുള്ളവരും വലിയ ബിസിനസ്സുകാരും നല്ല നിലയിലായിട്ടുണ്ട്. അദ്ദേഹം ചെന്ന് എവിടുന്നെങ്കിലും 1 മണിക്കൂറെങ്കിലും ഒരു വീട്ടിൽ ചിലവഴിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ പല വീട്ടിലും പോയിട്ടുണ്ട് അദ്ദേഹം. അതുപോലെ ചട്ടമ്പിസ്വാമികൾ, ഇവർ 2 പേരും ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചവരാ. ഇവർ രണ്ടും ചെന്ന കുടുംബങ്ങൾ, അതിൽ പല കുടുംബങ്ങൾക്ക് എനിക്കറിയാവുന്നതുണ്ട്. അതിൽ പായ്പാട്ട് കുടുംബമുണ്ട്. ഈ ചട്ടമ്പിസ്വാമി ഒന്ന് താമസിച്ചു നല്ല നിലയിലായി, വളരെ നല്ല നിലയിലായി. അവർ വലിയ ഇപ്പോൾ അടുത്തായത് ഇത് നമ്മൾ ആളിനെ കൂടുതൽ പഠിപ്പിക്കുന്നത് ശരിയല്ല. ഇപ്പോഴും ആ ഫാമിലി വലുതായിട്ട് കഴിഞ്ഞു. അതുകൊണ്ടാണ് ഈ നാരായണ ഗുരുസ്വാമി ചെന്നിട്ട് എല്ലാം അത് തന്നെ മഹാഗുരുവായിരുന്നില്ലേ, ഗുരുക്കളല്ലേ ഇവർ 2 പേരും. അതിൻ്റെ ഐശ്വര്യം പ്രത്യേകം. അവരോടൊപ്പം ഉണ്ട് ഈശ്വരാംശം. അത് സ്വീകരിക്കണമെങ്കിൽ അതിൻ്റേതായ യോഗ്യത നമുക്ക് വേണം. അവരെ മാനിച്ച് ന്യായമായ രീതിയിൽ അവരെ സ്വീകരിച്ചാൽ മതി. അല്ലാതെ അവരൊന്നും നമ്മളിൽ നിന്നൊന്നും അമിതമായിട്ട് പ്രതീക്ഷിക്കുന്നില്ല. നമ്മളിൽ നിന്നൊന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല നമുക്ക് ഉപദേശം തരുന്നത്. ഒന്ന് വിളിച്ചുകൊണ്ടൊരു വീട്ടിലൊന്ന് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ മഹാഭാഗ്യമായിട്ട് കണക്കൂട്ടുക. അങ്ങനത്തെ ഉള്ള സ്വാമിമാർ ഇപ്പോൾ ധാരാളമുണ്ട് കേരളത്തിൽ. അവരെ അത് ഇപ്പം നമ്മൾ ഒത്തിരി വികസിച്ച ബുദ്ധിയുള്ളവരാണ് ലോക ജനത. അതുകൊണ്ട് ഈ മുൻപുള്ള തട്ടിപ്പുകാർ ഇറങ്ങിയ പോലുള്ളൊന്നും ഇപ്പോൾ ഇല്ലാതെ വന്നതുകൊണ്ട് ഇപ്പോൾ ആരുടെ അടുക്കൽ ഇതുപോലെ വില ചിലവാക്കാനൊക്കത്തില്ല. സന്തോഷമാകുന്നതിൻ്റെ കീഴിൽ കുറച്ച് ആൾക്കാർ പെട്ടുപോയെന്നേ ഉള്ളൂ. അല്ലാതെ ഒഴിയേണ്ടവരൊക്കെ ഒഴിച്ചു വിട്ടു. അയാൾ കള്ളനാണെന്ന് നേരത്തെ തന്നെ അറിയായിരുന്നു എന്നതുപോലെ അപൂർവം ചിലത് വരും. അത് നമ്മളുടെ സംസാരത്തിൽ അറിയാവുന്നത്. സ്വാർത്ഥത അല്പം കൂടിയിരിക്കും, അല്പം അഭിനയമൊക്കെ കൂടിയിരിക്കും, ഇടപെടലിലൊക്കെ അല്പം സോപ്പിടിയിലൊക്കെ കാണാം സ്വഭാവത്തിൽ ചെറിയെങ്കിലും. അത് നമ്മൾ ശരിക്കും തിരിച്ചറിഞ്ഞാൽ മതി. എന്നാൽ യഥാർത്ഥ സ്വാമിമാരൊന്നുമല്ല.
അവരാരിൽ നിന്നൊന്നും പ്രതീക്ഷ കൊണ്ടല്ല സഹായിക്കുന്നത്. സേവനമാണ്, അവരിൽ നിഷ്ഠയാണത്, അവരുടെ ഒരു സന്യാസത്തിൻ്റെ ഒരു രീതിയാണത്, ജനത്തെ സഹായിക്കുക. അത് ഇന്നേ വരെ ഭാരതത്തിൽ ആദിമകാലം മുതലുണ്ടായിരുന്നു. നമ്മൾ പുരോഗമിച്ച് തുടങ്ങിയ കാലം മുതൽ എന്നും ഉണ്ടായിരുന്നു. നമ്മുടെ എല്ലാ രാജകൊട്ടാരങ്ങളിലും ഉണ്ടായിരുന്നു. ഭാരതത്തിൽ എന്നും എല്ലാ വലിയ കുടുംബങ്ങളിലും ഉണ്ടായിരുന്നു. നമ്മൾക്ക് എങ്കിലും കുറേ കാലം മുമ്പ് വരെയൊക്കെ ഇതുപോലുള്ള യോഗികൾ, നല്ലവരായ യോഗികൾ വീട്ടുകാർ സ്വീകരിച്ച് ബഹുമാനിക്കുമായിരുന്നു. അപ്പം അതിൻ്റെ ഗുണം ആ കുടുംബങ്ങൾക്കുണ്ടായിട്ടുമുണ്ട് എല്ലപ്പോഴും. ഈ നാരായണ ഗുരുസ്വാമിയും ഈ ചട്ടമ്പി സ്വാമിയുടെയും ഞാൻ പേര് പറഞ്ഞതേ ഉള്ളൂ. അക്കാലത്ത് തന്നെ ജീവിച്ചിരുന്ന മഹാന്മാരായ ഒത്തിരി സ്വാമിമാരുണ്ട്. അവരെ ഒന്ന് സംസാരിക്കാൻ കിട്ടുന്നത് പോലും മഹാഭാഗ്യമായിരുന്നെന്ന് എന്ന് കരുതിയിരുന്നവരുണ്ടായിരുന്നു. അവരൊക്കെ ചില്ലറക്കാരല്ല, വലിയ വലിയ ആൾക്കാരാണ്, വലിയ കുടുംബത്തിൽപ്പെടുന്ന വലിയ ആൾക്കാരാണ്. അവർ പലപ്പോഴും രാജകൊട്ടാരത്തിൽ നിന്നുള്ളവരോ അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് ഉയർന്ന തലത്തിൽ ജീവിച്ചിരുന്നവരോ ഒക്കെയാണ്. അപ്പോൾ അതിൻ്റെ ആ ഗുണം, അതായത് അവരിൽ നിന്ന് കിട്ടേണ്ട ആ മഹത്വം നമുക്ക് നിശ്ചയമായിട്ട് എടുക്കണം. ഒരു ഫാമിലി പോലും അത് ഒഴിവാക്കല്ലേ. കാരണം അതിൻ്റെ ഐശ്വര്യം നമുക്കുണ്ട്, വന്നു ചേരും, നമുക്ക് വളരാൻ പറ്റും. നമ്മൾ ഭൗതിക തലത്തിലും ആത്മീയ തലത്തിലും ഒരുപോലെ വരും. സ്വാമിമാർക്ക് ഭൗതികതയിൽ വലിയ താല്പര്യമില്ലെങ്കിൽ നമുക്കത് വേണമെന്ന് അവർക്കറിയാം. അവരുടെ ആ ഒരു മനസ്സ് മതി, നമുക്ക് തന്നെ ഉണ്ടായിക്കോളും. യഥാസമയം അതെല്ലാം കിട്ടേണ്ടത് കിട്ടും. എന്നാൽ ഇങ്ങനത്തെ ഉള്ളവരെ അധിക്ഷേപിക്കുന്നവർക്ക് വന്ന് ദോഷം ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു അധ്യാപകന് പറ്റിയൊരു അബദ്ധം, ഇതുപോലൊരു സ്വാമിയെ അദ്ദേഹത്തെ അധിക്ഷേപിച്ചു. അദ്ദേഹം ഒന്നും മൈൻഡ് ചെയ്ത് പോലുമില്ല. ആ ജീവിതം തന്നെ കോഞ്ഞാട്ടിയായിപ്പോയി. അത് പറയുന്നത് ശരിയല്ല. അതുകൊണ്ട് ഒരു കുടുംബത്തെക്കുറിച്ചായിപ്പോയി. അതുകൊണ്ട് പറയുന്നില്ല ആരാണെന്നും. ഒരിക്കലും അധിക്ഷേപിക്കല്ലോ സ്വാമിമാരെ. അത് ഈശ്വരംശമാണ്, ദൈവത്തിൻ്റെ ശരിക്ക് അനുയായികൾ തന്നെയാണ് യഥാർത്ഥ സ്വാമിമാർ. അവർ ഒരിക്കലും കുറച്ച് കാണല്ലേ, ഇടപെടല്ലേ. അവർ നമ്മളിൽ നിന്നൊന്നും ആവശ്യപ്പെടുകയില്ല, നമ്മളെ ഒരിക്കലും അവർ ചൂഷണം ചെയ്യുകയില്ല. അതാണ് സ്വാമിമാർ ചെയ്യുന്നത്. അത് നമ്മളൊന്ന് അറിഞ്ഞ് നിശ്ചയമായിട്ട് ഇതൊരു വ്രതമായിട്ട് എടുക്കണം. നമുക്ക് പഴയ 1000 കൊല്ലം മുമ്പ് ഭാരതം എന്തായിരുന്നോ ആ തലത്തിലേക്ക് നമ്മൾക്ക് ഉയരേണ്ടതുണ്ട്. അത് ചുരുങ്ങിയ കാലം കൊണ്ട്, ഈ കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് നമ്മൾ കണ്ടതല്ലേ. പിന്നെന്തിനാണ് ഒത്തിരി കാലം നോക്കിയിരിക്കുന്നത്? ഒരു 10-20 കൊല്ലം കഴിഞ്ഞാൽ ഇത് ആ നിലയിലേക്ക് ഉയരാൻ പറ്റും. നമ്മൾ ഗുരുക്കന്മാർക്ക് വേണ്ട പ്രാധാന്യം കൊടുക്കുന്നത് തന്നെ വേണം. അവർ ജീവിതം നമ്മൾക്ക് വേണ്ടി, പൊതുജനത്തിന് വേണ്ടി നീക്കിവെച്ച് ജീവിക്കുന്നവരാ, നിഷ്ഠകളുമായിട്ട് നന്നായിട്ട് ജീവിക്കുന്നവർ. കാരണം അവർക്ക് അവരുടെ വലിയ നിഷ്ഠയിൽ ജീവിക്കുന്നവരാ. ഈശ്വരാംശം വളരെ കൂടുതലാണ്. ഞാൻ ചില സന്യാസിമാരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് വലിയ ബഹുമാനമാണ് അവരോട് തോന്നിയിട്ടുള്ളത്. ഞാൻ മൂകാംബികയെ വെച്ച് അങ്ങനൊരു സന്യാസിയാക്കിയിട്ട് പരിചയപ്പെട്ടു. അതുകൊണ്ട് എനിക്കുണ്ടായത് വലിയ ഗുണമാണ്. 3 ദിവസം ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നു അവിടെ. വാരണാസി നാട്ടിൽ ഒരു പ്രാവശ്യം മൂകാംബിക വരും, ഒരു ദിവസം ഗുരുവായൂരും വരും, തിരിച്ചു പോകും. കേരളീയന, അദ്ദേഹം ചെറുപ്പത്തിൽ പോയതാണ്. ആണ്ടിൽ 2 പ്രാവശ്യം എല്ലാ കൊല്ലവും വരും. ഈ 2 ക്ഷേത്രങ്ങളിലേ പോവുള്ളൂ, മടങ്ങിപ്പോവുകയും ചെയ്യും. അത് എനിക്ക് നല്ല ഉറപ്പാണത്. ഓക്കെ.